ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ റോൾ സ്നാക്സ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുവന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്യുമ്പം ഓൾ തന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് സോയ ചങ്ക്സ് വെച്ചിട്ടാണ് നമ്മുടെ ഈ റോൾ സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഈ സോയ ചങ്ക്സ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം നന്നായിട്ട് ഇപ്പോൾ തിളച്ചിട്ട് വരെയാണ്. വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് സോയ ചങ്ക്സ് ആണ്. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർക്കാം. അതിനുശേഷം പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. ഒരു 2 മിനിറ്റ് ഇത് നല്ലതുപോലെ തിളക്കട്ടെ. അത്രയും സമയം കൊണ്ട് ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. ഇതിപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. നല്ലതുപോലെ സോഫ്റ്റായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി ഇതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം മിക്സിയുടെ ഒരു ജാറിലേക്ക് നമുക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അത്യാവശ്യം വലിയൊരു പീസ് ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 6-7 വെളുത്തുള്ളി അല്ലി. ഇത് ഇത്രയും നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് കുറച്ച് മസാലകളാണ്. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർക്കാം. കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി കൂടിയാണ്. ഒരു 2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് കൂടി ചേർക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചത് കൂടിയാണ്. അപ്പോൾ ഈ ഗരം മസാല ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു 2 ഏലയ്ക്ക, ഒരു ചെറിയൊരു പീസ് കറുവാപ്പട്ട, ഒരു 3 ഗ്രാമ്പു, ഇത്രയും മാത്രം ചേർത്താൽ മതിയാവും. ഗരം മസാലയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് കുറച്ച് ബ്രെഡാണ്. ഞാനിപ്പോൾ ഒരു 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആ ബ്രെഡ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് അതും കൂടി ചേർക്കുകയാണ്. നമ്മൾ ഈ ബ്രെഡ് ചേർക്കണത് എന്തെന്ന് വെച്ചാൽ എങ്കിൽ മാത്രമേ അത് നല്ലതുപോലെ തിക്കായിട്ടിരിക്കുള്ളൂ. നമുക്കിങ്ങനെ അത് റോൾ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രെഡ് പീസ് ചേർക്കുന്നത്. ഇനി ഇത് ഇത്രയും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. നന്നായിട്ട് നമുക്ക് മാക്സിമം നല്ലതുപോലെ ഒന്ന് സ്മൂത്താക്കി ഒന്ന് അരച്ചെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ അതായത് ഇതുപോലെ നല്ലതുപോലെ സ്മൂത്താക്കി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു പകുതി സവാളയാണ്. സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടി ചേർക്കുകയാണ്. ഈ മല്ലിയിലയ്ക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർക്കാം. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് പച്ചമുളക് ചേർക്കുന്നില്ല. നേരത്തെ തന്നെ നമ്മൾ കുരുമുളക് പൊടി കുറച്ചധികമാണ് ചേർത്തത്. നിങ്ങൾക്ക് എങ്ങാനും പച്ചമുളക് ചേർക്കണം എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവ് കുറച്ചതിന് ശേഷം പച്ചമുളക് ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ കൈവച്ചൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് കൂടി ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുണ്ടാവും. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ചേർക്കാം. ഞാനിതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. കൂടെ തന്നെ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിനി ഇത് വേണ്ട എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ അതുപോലെ റോൾ ചെയ്തെടുക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യം പോലെ ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഈ മുട്ടയുടെ മിക്സിയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്ത് മാറ്റിയാൽ മതിയാവും. അപ്പോഴത്തേക്ക് നല്ല സൂപ്പറായിട്ട് ഇതുണ്ടാവും. എങ്ങാനും നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിക്കോളും. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഒന്ന് റോൾ ചെയ്ത് മാറ്റാം. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം റോൾ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആ ഓയിൽ ചൂടാകുന്ന ടൈം കൊണ്ട് ഈ ബ്രെഡ് ക്രംസ് എല്ലാം ചെറുതായിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് തുടങ്ങും. ആ ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ബ്രെഡ് ക്രംസിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കവർ ചെയ്ത് കിട്ടും നമുക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ നല്ലതാണ്. ഓയിലിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു പരന്ന പാനല്ലേ വെച്ചിരിക്കുന്നത്. അതിൻ്റെ പേരിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത റോള് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ മുങ്ങി നിൽപ്പില്ല. അതിൻ്റെ പേരിൽ അടിഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ട് മുകൾ ഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വിള്ളൽ പോലെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മളതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇതെല്ലാം നമ്മൾ ഇച്ചിരി കുഴിഞ്ഞ ഒരു ചീനച്ചട്ടിയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓരോ റോൾസും കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ എണ്ണയിൽ ഡിപ്പ് ചെയ്ത് നിൽക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ആവശ്യം വരണില്ല.
ഈ രണ്ട് സൈഡും നല്ലതുപോലെ കളറായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാം. പിന്നെ ഒരു കാര്യം, നമ്മളിത് വേകാനായിട്ട് പ്രത്യേകിച്ച് നിൽക്കുകയൊന്നും വേണ്ട, കാരണം നമ്മളിതെല്ലാം വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ കളറൊന്ന് മാറി മാത്രം കിട്ടിയാൽ മതിയാവും. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നിങ്ങളത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോൾ സ്നാക്സാണിത്. നമുക്കിപ്പോൾ ചിക്കന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ സോയ ചങ്ക്സ്. അതുപോലെ തന്നെ ആ ചിക്കൻ വെച്ച് ഫില്ല് ചെയ്തിരിക്കുമ്പോൾ തന്നെ ആയിരിക്കും നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടെ തന്നെ നല്ലൊരു ടൊമാറ്റോ സോസും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയാനുമില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എൻ്റെ ഫീഡ്ബാക്ക് എല്ലാവരും എനിക്ക് മറക്കാതെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.